എല്ലാവരും ടക്കനേന്ന് ഒന്ന് വരുവാണെങ്കിൽ ഞാൻ ഒരു ഒളിച്ചളി കൈയോടെ കാണിച്ചു തരാം. കണ്ടോ ഇറങ്ങടാ ചേച്ചി ഇത് അറിയത്തില്ല കേട്ടോ. ഒരു അണലി അതിലെ വന്നപ്പോഴത്തേക്ക് പെറ്റിട്ട് പോകാം. തന്നെ കിടപ്പുണ്ടല്ലോ അണലി കുഞ്ഞ് കിടക്കുന്നത് തന്നെ ഉണ്ട്. ഞാനായാലും എനിക്ക് ഇറങ്ങി വരാൻ ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ല. നടി വിട്ടു സോറിയൊക്കെ പറഞ്ഞു മാനി കണ്ടപ്പോ എന്താ ഇപ്പൊ പുതിയ ആചാരമാണെന്ന് തോന്നുന്നു. അച്ഛൻ ഇങ്ങനെയൊക്കെ നിൽക്കണോ മാലയ്ക്കിട്ട്? ഇതെല്ലാം കാണേണ്ടി വരുന്ന 90s അവസ്ഥ. ആ ബെസ്റ്റ് കല്യാണം കഴിച്ചായിരുന്നോ? അത് നടന്നില്ല. കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി. എന്തൊരു തൊലി മറ്റേ പൊതിക്കാത്ത തേങ്ങ പട്ടിയുടെ കിട്ടുക. അല്ലേ വേണ്ട, അതിനേക്കാളും നല്ലത് കുരങ്ങൻ്റെ പൂമാല കിട്ടിയ അവസ്ഥയായിരിക്കും. കുരങ്ങൻ്റെ പൂമാല കിട്ടിയ അവസ്ഥയാണോ കുരങ്ങിയുടെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണോ? വെറുതെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പോകുന്നത്. ഇത് ആരും നോക്കിയിരിക്കണേ. ഓക്കെ, നമുക്ക് കുരിശിതൊക്കെ വിട്ടിട്ട് നമുക്ക് കുറച്ച് ഭയഭക്തിയോടുകൂടി പോവാം. കർത്താവിന് ശബ്ദം കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ കേട്ടോണം. ഈ അവസരം ശബ്ദം ഞാൻ എഴുതി വെച്ചു, റെക്കോർഡ് ചെയ്ത് വെച്ചു ഇതിനകത്ത്. കർത്താവ് എന്നോട് സംസാരിച്ചതാ. എത്ര മാസം ലിസൺ, ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. കർത്താവ് പുള്ളിയുടെ റൂമിൽ വന്ന് പുള്ളിയെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് കാര്യം പറയണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാണ്, കേട്ടോണം. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. എന്റെ പൊന്നേ, ഞാനെങ്ങാനും അവിടെ ചെന്നിരുന്നെങ്കിൽ ഇതോടുകൂടി പുള്ളിയുടെ തലമുറ തീർന്നാനെ. എൻ്റെ യേശുവെ, ഇതൊക്കെ എല്ലാം കേൾക്കുന്ന കാണുന്നല്ലോ ഉണ്ടോ? ഇതൊക്കെ കേട്ടിട്ട് പുള്ളി രാജ്യം വിട്ട് കാണും, ലോകം തന്നെ വിട്ട് കാണും. അടുത്ത് നോക്കാം. നമസ്കാരം സ്വാമി. ഇപ്പം ഞങ്ങളൊരു മൊബൈലിലൊരു വീഡിയോ കണ്ടിട്ടാണ് പിന്നെ സ്വാമീന്റെ അടുത്തേക്ക് എത്തിയത്. കണ്ടപ്പോ തന്നെ അറിയാം ഞാനാണ് പത്മനാഭ ക്ഷേത്രത്തിലെ മൂർത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ഒറ്റ ചോദ്യം എനിക്കുള്ളൂ, ആരാണ് സാർ? ജീവനുണ്ട്. ഞാൻ പത്മനാഭനാണ്, മഹാവിഷ്ണുവാണ്, ഞാനാണെന്ന് സ്വയം തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്റെ കയ്യിലുള്ള കൈരേഖ, അതായത് ഞാൻ മഹാവിഷ്ണു കണ്ടിരുന്നു. എന്നെ 2 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. 2 പ്രാവശ്യം. ഫസ്റ്റ് പ്രാവശ്യം പോയത് ബുള്ളറ്റിൽ, രണ്ടാമത്തെ പ്രാവശ്യം പോയത് ട്രെയിനിലായിരുന്നു. ഈ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നാമത്തെ പ്രാവശ്യം പോയപ്പോൾ ബുള്ളറ്റ് പോയി, രണ്ടാമത്തെ പ്രാവശ്യം ട്രെയിൻ. ബഡ്ജറ്റ് കുറവായിരുന്നു കൃഷ്ണന്റെ. വിഷ്ണുവിന്റെ ബഡ്ജറ്റ് ഇല്ലായിരുന്നു. പോകുമ്പോൾ ഒരു ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് 5000 രൂപ കടം മേടിച്ചിട്ടാണ് ഞാൻ പോയത്. പോകാൻ വരട്ടെ, ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നങ്ങോട്ട് തന്നാലോ? വേണ്ട, നല്ലതൊന്നും ഇല്ലടി. നല്ലതല്ലോ എന്താ പാടും. ഈ പടം ഞാൻ കണ്ട കേട്ടോ. വലിയ സാധനം വരുന്നുണ്ട് കേട്ടോ. അച്ഛനെ കുറിച്ചോ മോളെ കുറിച്ചോ അല്ലെങ്കിൽ എന്നെ കുറിച്ചോ ഒന്ന് പാടും. കുത്തി ചൂരമാന്ത് കുതിരക്കുട്ടനെ പോലെ കുതിക്കട്ടെ തീരക്കുത്തിൽ കരുത്തൻ ചുണ്ടൻ. അതിശയൊന്നുമില്ല, ഇതിലൊന്നും പറയാനൊന്നുമില്ല. ഇപ്പൊ ഇത് കോമൺ ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ. കംപ്ലീറ്റ് കോലുകളിയുടെ എണ്ണം കൂടുവാണ്. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈ കോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ് ഞാൻ കണ്ടു, ഇനി നിങ്ങൾ കാണുക. നമുക്കിത് മനസ്സിലാവണമെങ്കിൽ നമുക്കിത് കൊറിയോഗ്രാഫി ചെയ്യാം. പറഞ്ഞു തരാം. മഞ്ഞ കളറിട്ടേക്കുന്ന നായകൻ, മഞ്ഞ കളറിലെ പാവാട അല്ലല്ലോ ആ ടോപ്പ്, അവൾ നായിക. മറ്റേത് നീല കളറിലെ ഉണ്ണാക്കൻ, അവൻ ഇവളെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവൻ നായകന് കണ്ണ് കണ്ടുകൂടാ, അതാണ് ഇത് കഥയിലെ ട്വിസ്റ്റ്. പക്ഷെ ട്വിസ്റ്റ് ഇതൊന്നുമല്ല, ഇപ്പോൾ ട്വിസ്റ്റ് വരാൻ പോകുന്നുള്ളൂ, കാണണം. തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല, പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ പെട്ടെന്ന് നായകൻ വില്ലനായി മാറാൻ പോകുന്ന സീൻ കാണുവാണ് ഗൈസ്.
പെട്ടെന്ന് കാഴ്ച കിട്ടുന്നു, അവൻ വലിയൊരു ഒത്ത പുരുഷനായിട്ട്. ഇപ്പോൾ അവളുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ദേവിയേ അസം കണ്ടോ, ഞെട്ടിയതാ. 50 രൂപയുടെ അഭിനയം പോലും ഇല്ല. എന്നാൽ ഇവനൊരു കൈവീശി അടിച്ചതല്ല, അതിനെങ്കിലും ഒരു എക്സ്പ്രഷൻ കാണിക്കുമെന്ന് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. എടാ നീ നിൻ്റെ ശരീരത്തോടെ കൊണ്ടുപോടാ, തല മാത്രം കൊണ്ടുപോകാതെ. ഇതെന്താ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ? ഇത് നേരെ വന്ന് 8 അടി പൊക്കം കാണുമല്ലോ. അയ്യോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചേ ഉള്ളൂ. ഇതെന്താണാവോ, ഇവൻ പൊട്ടനാണ് മലയാളി. നല്ല പച്ചനോട്ടിനെ അതിനകത്തുള്ള എല്ലാ സാധനവും ഇപ്പോൾ വലിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ സാനിറ്റൈസർ ഇട്ടിട്ട് അവനത് കുളം തോണ്ടി. നീ ഒരു കാര്യം ചെയ്യാം, മൂക്കിലോട്ടൂടെ കുറച്ച് സാനിറ്റൈസർ അടിച്ചിട്ട് 2 പഞ്ഞിയും കൂടെ കയറ്റി വെച്ചിട്ട് അതിലൂടെ കുറച്ച് അടിച്ചിട്ട് പന്തത്തിന് തീ കൊടുത്തുണ്ടെങ്കിൽ കൊളുത്ത് നിന്ന് കത്തട്ടെ. 3/4 മണിക്കൂറെങ്കിലും നിന്ന് കത്തും. ചുമ്മാ ഓരോരോ വധൂരികൾ ഇറങ്ങിക്കോളും പണ്ടാരടങ്ങാൻ വേണ്ടി. ഇന്നത്തേതിനകത്ത് നമ്മുടെ റീൽസിൽ ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ ഒളിച്ചുകളിയായിരുന്നു. അതിൻ്റെ ബാക്കി എപ്പിസോഡ് ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഞാൻ കുറേ തപ്പി കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ പോയേക്കുക. എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആരെങ്കിലും കട്ടിലിലോട്ട് കയറുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും ആ ലൈക്ക് ബട്ടണും ഒന്ന് ഞെക്കിയേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ശരി, പോയിക്കട്ടെ.